ഹലോ ഫ്രണ്ട്സ്, എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും ട്രെൻഡായിട്ടുള്ള ഒരു ഡ്രസ്സാണല്ലോ ഗൗണ്. പലർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡ്രസ്സാണ്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാനും പറ്റുന്നൊരു ഡ്രസ്സാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ എൻ്റെ മോഡലും കൂടി ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മോഡൽ. അപ്പോൾ ഇതിന് കൈക്കയുടെ എലാസ്റ്റിക് വരും. അതുപോലെ ഇവിടെ ചെറുതായിട്ട് ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കണം. അപ്പോൾ ഈ മോഡലാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബോർഡറുള്ള തുണിയാണ്. അപ്പോൾ ബോർഡർ നമുക്ക് ആവശ്യമില്ല, അതങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതൊരു വലിയൊരു അളവ് തന്നെയാണ് കേട്ടോ. അര ഇഞ്ച് തയ്യൽ തുണിക്ക് അവിടെ വെക്കാം. 14 ഇഞ്ചാണ് വെക്കുന്നത്. ഇതൊരു 14 ഇഞ്ച് ഷോൾഡർ ഉണ്ട്. കൈ ഒരു 2.5, 5 ഇഞ്ച് കഴുത്ത്, 20 ഇഞ്ച് ലൂസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 18.5 ലൂസ് വേണ്ട. നമ്മൾ ഡാർസിനും കൂടെ 20 തന്നെ വെക്കാം. അതുപോലെ ഈ സ്കെയിലിൻ്റെ ഈ വശം വെച്ച് മാർക്ക് ചെയ്തിട്ട് ആറര ഇഞ്ച് വെച്ചിട്ടുണ്ട്. വെറികൾ നല്ല ഇതേപോലെ കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്തു. ഇനി അതിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്യണം. ഇത് ബോർഡർ സാരി ആണിത് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ബോർഡർ. ഇപ്പോൾ ബോർഡർ ആവശ്യമില്ലാതെ കൊണ്ട് അത് കട്ട് ചെയ്ത് കളയുന്നതാണ്. നമ്മളതിൻ്റെ കഴുത്ത് ഒരു 3 ഇഞ്ച് ഇറക്കിയിട്ട് ഇതേപോലെ എടുക്കുക. സെയിമായിട്ട് ഇതേ അളവ് തന്നെ
അതിൻ്റെ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടുമായി. നമുക്ക് തന്നെ അതിൻ്റെ കൈയാണ്. കൈ നമുക്ക് വേണ്ടുന്നത് 20 ഇഞ്ചാണ്. എലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് അധികം വെക്കണം. ഒരു 7.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 8.5 ഇഞ്ച് ലൂസ് വെച്ചിട്ടുണ്ട്. ഇവിടുന്നൊരു 3 ഇഞ്ച് കടത്തി വെക്കാം. ഇതുപോലെ 1/2 ഇഞ്ച് ഇവിടുന്ന് കട്ട് ചെയ്തേലെ. അത് ഫ്രണ്ട് ഭാഗം വരുന്ന കൈക്കുഴിയാണ്. അപ്പോൾ അതിൻ്റെ കൈ അപ്പോൾ ഇതിൻ്റെ താഴത്തെ പീസാണിത്. അപ്പോൾ ഈ സാരി പീസായതുകൊണ്ട് ഒറ്റ പീസായിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. ഒറ്റ പീസാണ്. ഒരു 44 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ താഴത്തെ ഭാഗം ബോർഡർ വരുന്ന ഒരു രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഒറ്റ പീസായിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് മുഴുവനായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും, എന്നാലും കാണാൻ ശ്രമിക്കുക. ഏതായാലും ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ലൈനിങ് ഉള്ളതാണ്. അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതേപോലെ ക്യാൻവാസ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ കഴുത്ത് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതുണ്ട. അപ്പോൾ നമ്മളത് കഴുത്ത് തയ്ക്കേണ്ടത് ഇതിൻ്റെ ഡാഴ്സ് അടിക്കാനുണ്ട്. ഇതായത് ഇതേപോലെ ബാക്ക് പീസ് ലൈനിങ്ങൊക്കെ ഇതിനെ ഫിറ്റ് ചെയ്തു. അതുപോലെ കഴുത്തിന് സാധാരണ ബ്ലൗസിൻ്റെ കഷ്ണം ഇടുന്ന പോലെ ഇടുക. അതിനുശേഷം ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക.
ഇവിടെ ഈ കഴുത്ത് ഇതേപോലെ ഇങ്ങോട്ട് മടക്കി കൊടുക്കണം. ഇതേപോലെ മടക്കി കൊടുക്കുക. നമ്മളതിൻ്റെ ബോഡി ശരിയായിട്ടുണ്ട്. നമ്മളതിൻ്റെ കൈക്ക് എലാസ്റ്റിക് ഇടാനുണ്ട്. ഇവിടെ എലാസ്റ്റിക്കാണ്, അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് നമ്മളിത് ചെറുതായിട്ട് ഇതിന് ഫ്രില്ലിട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു സൂചി എടുത്തിട്ട് ഇതേപോലെ ഫ്രില്ലിടാൻ വേണ്ടി എളുപ്പമാണ്. ഇതേപോലെ ചെയ്താൽ മതി. മുഴുവനായിട്ട് അളവിനനുസരിച്ച്, കമ്മറിൻ്റെ അളവിന് അനുസരിച്ച് നമ്മളതിൻ്റെ കൈ രണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോഡിയാണ്, താഴത്തെ ഭാഗം ലൈനിങ് ആണ്. ചുരുക്കിട്ട പീസാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. പുതിയ വീഡിയോയുമായി സന്ധിക്കും വരെ വണക്കം.